എന്തെന്നറിയാമോ കാരണം? ഞാൻ പറഞ്ഞുതരാം. ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ശവം കിടന്ന് ചീഞ്ഞ് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന സാമൂഹ്യ ബോധമുള്ളവരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തങ്ങ് അടക്കിക്കോളും, മണ്ണിനടിയിലാക്കിക്കോളും. അതല്ലെങ്കിൽ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടിടും, അല്ലെങ്കിൽ പൊതു ശ്മശാനത്തിൽ അടക്കിക്കോളും. എന്നാലും നിങ്ങളുടെ ശ്മശാനം ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, കുഴപ്പമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് സത്യസന്ധമായിട്ടുള്ള ബോധനം നബി തന്നെ നൽകിയിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ നൽകുന്നത് നബി തന്നെ മാതൃകാപരമായിട്ട് എല്ലാം കാണിച്ചു കൂട്ടി അനുഭവിച്ചിട്ട് തന്നെയാണ് പോയത്. നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അള്ളാഹു അനുവദിച്ച വ്യഭിചാരം നീ എന്തിനാണ് ഹറാമാക്കുന്നത്, നിഷിദ്ധമാക്കുന്നത്? നീ കളിക്കണം, എനിക്കത് 7-ാം ആകാശത്ത് നിന്നൊന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നത് കാണണം, ആസ്വദിക്കണം. ഇനി നിന്റെ ഭാര്യ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അവരെ ശപിക്കണം. എന്തിനു? ചുമ്മാ എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു. ഇതൊന്നും പറയണമെന്ന് വിചാരിക്കുന്നല്ലാട്ടാ. സാന്ദർഭികമായിട്ട് ഇവരായിട്ട് തന്നെ കുടുംബജീവിതത്തിന്റെ മഹബത്തുണ്ടല്ലോ, കുടുംബജീവിതത്തിന്റെ മഹത്വമുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. നമ്മളിത് പറയണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പറയണതാണ്. എനിക്ക് പോവല്ലേ, അദ്ദേഹത്തിന്റെ കരച്ചിലങ്ങോട്ട് തീർന്നിട്ടില്ല. പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല കേട്ടോ. പെൺകുട്ടികൾ പറയാ എനിക്ക് പറയുന്ന അത്രയൊക്കെ നമ്മൾ കേട്ടതാണ്. ശരി, ഇനി 1 മിനിറ്റേ ഉള്ളൂ കേൾക്കാൻ. പീഡിപ്പിക്കുന്ന നിലക്കാണെന്ന ശരി സഹോദര ആലോചിക്ക്. സ്ത്രീയോട് പറഞ്ഞില്ലേ, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ ഏറ്റവും കൂടുതൽ വിനീതയാവണം, അച്ചടക്കം പാലിക്കണം, അയാളുടെ ആഗ്രഹങ്ങൾ അറിയണം, അയാളുടെ ഇഷ്ടങ്ങൾ അറിയണം, അയാളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇണകളായിക്കൊണ്ട് ആരെയും അടക്കി ഭരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന നിലക്കാണെന്നല്ല. സൗജ് എന്ന പ്രയോഗം തന്നെ, ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാള പ്രയോഗമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സൗജ് സൗജത്ത് എന്നൊക്കെയാണ്. അത് ഇണകൾ എന്ന പ്രത്യേകമായ അതിന്റെ മനോഹരമായ ഒരവസ്ഥയാണത്. അവിടെയൊക്കെ ആവശ്യപ്പെടുന്നത് എന്താ? നല്ല വിട്ടുവീഴ്ച വേണം, ക്ഷമ വേണം, അഫ്വ് ചെയ്യേണ്ടിടത്ത് അഫ്വ് ചെയ്യണം, മാപ്പാക്കേണ്ടിടത്ത് മാപ്പാക്കണം. ഇതൊക്കെ അള്ളാഹ് പറയാൻ. അപ്പൊ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലാണ് ഇനി സബർ നമുക്ക് ആവശ്യമില്ലാത്തത്? എല്ലായിടത്തും അത് വേണം. അതേപോലെ തന്നെ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അവര് പഠിക്കണം, ജോലി വേണമെന്നാണ് പറയുന്നത്. ഇസ്ലാമിന്റെ എല്ലാ കാഴ്ചപ്പാടുകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവർക്ക് അതുപോലെ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഞാനത് വിഷയം കാണിച്ചിട്ട് പറഞ്ഞുതരാം. പ്രവാചകന്റെ കുടുംബജീവിതത്തിൽ നുണക്കഥയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം അത് തന്നെയല്ലേ. 16 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാൻ അർഹതയുണ്ടെന്ന് കോടതി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനുള്ള അനുമതിയുണ്ട് എന്നാണ് നിലവിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിട്ടിട്ടുള്ളത്. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവര് നിയമം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷെ അരിമണിയിൽ പേരെഴുതി നക്ഷത്രങ്ങളെ പറക്കി ശൈത്താനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന പടച്ചവൻ ഉണ്ടാക്കിയാൽ 53 വയസ്സുകാരനോട് ഊഞ്ഞാലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 5 മാസവും 10 മാസവും 5 വയസ്സും 10 മാസവും പ്രായമായ കുഞ്ഞിനെ പോയി കളിച്ചോളാനും വസ്ത്രത്തിൽ നിന്ന് ശുക്ലക്കറ ചുരണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കത്രികയോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കയ്യിൽ കൊടുക്കാനും പറയും. ഈ പത്താൻകോട്ടിൽ ഒരു 16 വയസ്സായ പെൺകുട്ടിയും ഒരു 21കാരനും തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് അവരെ വീട്ടുകാർ നിരന്തരമായി ശല്യം ചെയ്യുന്നതെന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് പോലീസുകാർ ഉൾപ്പെടെ സംരക്ഷണം നൽകാത്തതിനാലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ ഈ ദമ്പതികൾ സമീപിക്കുന്നത്. അവർക്കായാണ് ഈ ഒരു അനുകൂല ഉത്തരവ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് സംരക്ഷണം നൽകാൻ ഉൾപ്പെടെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല, സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അതായത് 16 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 16 വയസ്സ് മുതലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹത്തിന് തെരഞ്ഞെടുക്കാനും വിവാഹം കഴിക്കാനുമുള്ള അനുവാദം മുസ്ലിം വ്യക്തി നിയമത്തിനുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.
മുസ്ലിങ്ങൾക്കുള്ള നിയമമാണ് എന്നുകൂടി കേട്ടല്ലോ. സമാധാനം. ഇനിയെങ്കിലും പോയി ഒരിടത്തും മിണ്ടാതെ സമാധാനമായി പോയിരിക്കുക. ഇനി ഒരു ഉസ്താദിന്റെ കരച്ചിലാണ് കേട്ടോ. അത് വല്ലാത്തൊരു കരച്ചിലാണ്. അതാണോ നോക്കട്ടെ കേട്ടോ. ഋതുമതിയായാൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാമെന്ന കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഇന്ന് പെൺകുട്ടികൾ പ്രായമാകുന്നത്, വയസ്സറിയിക്കുന്നത്, അല്ലെങ്കിൽ മെച്യൂരിറ്റി ആയി എന്ന് മനസ്സിലാക്കുന്ന, മെച്യൂരിറ്റി ഒന്നുമല്ല എന്നാലും പ്രായമായി ഒരു മെൻസസ് പീരീഡ് തുടങ്ങുന്നത്, നമ്മളിപ്പോൾ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഒരു 9 വയസ്സ് 8 വയസ്സുള്ള കുട്ടികളൊക്കെ പീരീഡ്സ് ആകുന്നുണ്ട്. എനിക്കറിയാം 8, 9, 10, 11 മുമ്പൊക്കെ 13, 14, 15 വയസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം അത് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. ഈ 10 വയസ്സിലൊക്കെ ഋതുമതിയാകുന്ന പെൺകുട്ടികളെ പിടിച്ച് കെട്ടിക്കാൻ പറ്റുമോ? ഇവർക്ക് ഈ കെട്ടിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളല്ലോ ഇവർക്ക് തീരുമാനിക്കാം. വയസ്സ് തികയാത്ത പെൺകുട്ടി അവൾ ഋതുമതി ആയിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം. അതിന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പോലും അനുവാദം ആവശ്യമില്ലെന്ന വിവാദമായ ഉത്തരവായിരുന്നു പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയുടേത്. അങ്ങനെയെങ്കിൽ ശൈശവ വിവാഹം അങ്ങ് നിയമപരമാക്കുന്നതല്ലേ നല്ലതെന്ന വലിയ പരിഹാസമാണ് ഉയർന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു. മുസ്ലിങ്ങളുടെ വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഈ രൂപത്തിലാണ്. എത്ര ചെറിയ പെൺകുട്ടികളെ വേണമെങ്കിലും കെട്ടിക്കാം. ഇവർക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ ഈ ചിന്ത ആർക്കാണുള്ളത്? ഇവർക്കാണ് എന്ന് സ്പഷ്ടമായോ, കൃത്യമായോ, വ്യക്തമായോ? അപ്പൊ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അല്ല ഈ രാജ്യത്ത് ഒരു കാര്യം തീരുമാനിക്കുന്നത്. മറിച്ച് ഈ രാജ്യത്ത് കൃത്യമായ രൂപത്തിൽ ഒരു നിയമമുണ്ട്. ആ നിയമം അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തു മര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ ഇവിടെ പോകാം. ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനെതിരെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും ഒരു വിഭാഗം വലിയ എതിർപ്പ് ഉയർത്തുമ്പോഴാണ് കോടതി പോലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വിധി പറഞ്ഞത്. ഈ വിധിക്കെതിരെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിധി പോക്സോ ശൈശവ വിവാഹ നിരോധന നിയമങ്ങൾക്കെതിരാണെന്ന് കമ്മീഷൻ ആരോപിക്കുന്നു. വ്യത്യസ്ത വിധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. മുസ്ലിം പെൺകുട്ടിക്ക് 16 വയസ്സ്. ഇത് ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യമല്ലല്ലോ മത നിയമങ്ങൾ കൊണ്ടുപിടിച്ച് ഇവിടെ നടപ്പിലാക്കാൻ. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, ശക്തമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇവിടെ അത് നടക്കില്ല. സുബൈദ, ചെകുത്താൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 ദിവസം കഴിഞ്ഞാൽ ബലിപെരുന്നാളല്ലേ? നാളെ നോക്കട്ടെ, ബലിപെരുന്നാളിനെ സംബന്ധിച്ചിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം, ലൈവ് ചെയ്യാം. കഴിഞ്ഞാൽ മതാചാര പ്രകാരം വിവാഹം കഴിക്കാമെന്ന് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധിച്ചിരുന്നു. മുഹമ്മദീയൻ നിയമപ്രകാരം ഋതുമതിയായ മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഋതുമതിയായ മുസ്ലിം പെൺകുട്ടിക്ക് മതാചാര പ്രകാരം സ്വമേധയാ വിവാഹം